Hi everyone. Accenta ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് സെഷൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്ത് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു? പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഇൻട്രഡക്ഷൻ ആയിരുന്നല്ലേ. നമ്മൾ നൗൺ, പ്രൊനൗൺ, വെർബ് ഇങ്ങനെ 3 ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അതിന് ഇൻട്രഡക്ഷനിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വാക്കുകൾ. അപ്പം ഞാൻ എൻ്റെ ലാംഗ്വേജ് വർക്ക്ഷോപ്പുകൾ, ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമ്പം മിക്കവാറും എല്ലാ സ്റ്റുഡൻസും പറഞ്ഞൊരു കാര്യമാണ്, സാർ എനിക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ആ വാക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല, എനിക്ക് റിക്വയർഡ് ആയിട്ടുള്ള സമയത്ത് വാക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ വാക്ക് എൻ്റെ നാവിൻ തുമ്പത്തുണ്ട്, അത് പുറത്തേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള വാക്ക് എനിക്കറിയില്ല. വാക്ക് 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 എന്ന് പറയുന്നൊരു സംഭവം. അപ്പോൾ എനിക്ക് തോന്നി വൊക്കാബുലറിയാണ് നമ്മുടെയൊക്കെ വലിയൊരു പ്രശ്നം, ശരിയല്ലേ? അപ്പോൾ എൻ്റെ ഒരു ട്രെയിനിങ് കരിയറിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യം ഇത് തന്നെയാണ്. നല്ല വൊക്കാബുലറി ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അത് നിങ്ങളെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് വേണം? നല്ല വൊക്കാബുലറി വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ? എങ്ങനെ നമ്മുടെ വൊക്കാബുലറി മെച്ചപ്പെടുത്താം, എങ്ങനെ നമുക്ക് നമ്മുടെ വൊക്കാബുലറി എൻറിച്ച്ഡ് ആക്കാമെന്നാണ്. ഒരു ചിലവുമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ അതിനോട് നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാവണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ സ്നേഹത്തോടു കൂടി ഓർക്കുന്നത് എൻ്റെ ഒരു പ്രൊഫസറെയാണ്. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിൻ്റെ ലോകത്തിലേക്ക് എന്നെ നയിച്ചുകൊണ്ട് പോയ, അതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും എനിക്ക് തന്ന പ്രൊഫസേഴ്സിൽ ഒരാളാണ് പ്രൊഫസർ വർഗീസ്. ഇദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നൊരു ടിപ്പാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ടിപ്പ് കുറച്ചുകൂടെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് കുറച്ചുകൂടെ പ്രാക്ടിക്കലാക്കി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. എന്താ ടിപ്പ് എന്നല്ലേ? ആദ്യം തന്നെ വാക്കുകൾ എങ്ങനെ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം. അതായത് ഇംഗ്ലീഷ് ഭാഷയിൽ ധാരാളം വാക്കുകളുണ്ട്. ഞാൻ പറഞ്ഞ 8 കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. പക്ഷേ ഈ വാക്കുകൾ എങ്ങനെ നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുവരുന്നത്? 2 രീതികളാണ്. ഒന്ന് കേൾവിയിലൂടെ, 2 വായനയിലൂടെ. ഈ 2 ഓപ്ഷൻസാണ് നമുക്ക് മെയിനായിട്ടുള്ളത് നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ തലച്ചോറിലേക്ക് വാക്കുകളെ കൊണ്ടുവരാൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കേൾക്കാൻ തുടങ്ങണം. എന്താ കേൾക്കാൻ പറ്റുക? ടി വിയിൽ ന്യൂസ് ആവാം, സീരീസ് ആവാം, അല്ലെങ്കിൽ മൂവീസ് ആവാം, അല്ലെങ്കിൽ ആളുകൾ സംസാരിക്കുന്നതാവാം, അല്ലെ കോൺവെർസേഷൻസ്. ഇങ്ങനെയുള്ള പല രീതിയിൽ നമ്മൾ കേൾക്കുന്നു. അല്ലെങ്കിൽ വായനയാണെങ്കിലോ നമുക്ക് വായിക്കാം, ബുക്സ് ആവാം, മാഗസിൻസ് ആവാം, ന്യൂസ് പേപ്പേഴ്സ് ആവാം, അങ്ങനെയുള്ള എന്ത് ആർട്ടിക്കിൾസ് നമുക്ക് വായിക്കാം. അപ്പോൾ ഈ വായനയിലൂടെ വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഈ വാക്കുകൾ ഉള്ളിലേക്ക് എത്തുമ്പോൾ അതിന് നമ്മുടെ തലച്ചോറിനുള്ളിൽ ഉറച്ചിരിക്കാൻ പ്രേരിപ്പിക്കാനും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ അത് ആവശ്യ സമയത്ത് നമ്മുടെ നാവിലൂടെ അത് പുറത്തേക്ക് വരാനും എങ്ങനെ അത് പോസിബിൾ ആക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ലിസണിങ് എന്ന് പറയുന്ന ആദ്യത്തെ ഭാഗത്തിലേക്ക് പോകാം. നമ്മളൊരു ഇംഗ്ലീഷ് സീരീസ് കാണുമ്പോൾ, ഇംഗ്ലീഷ് മൂവി കാണുമ്പോൾ നമ്മളൊക്കെ നോർമലി എന്താ ചെയ്യുന്നത്? നമ്മൾ കണ്ടങ്ങോട്ട് ആസ്വദിക്കുമല്ലേ? പക്ഷേ അങ്ങനെ ആസ്വദിച്ചോളൂ, തെറ്റൊന്നുമില്ല. പക്ഷേ ലാംഗ്വേജ് ലേണിംഗ് ഫോക്കസിലൊരു സീരീസ് കാണുമ്പം അതിലെ വൊക്കാബുലറി നമ്മൾ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, യെസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വാക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്ക് അർത്ഥമറിയാത്ത ഒരു വാക്ക് കിട്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഉച്ചാരണം നല്ല രസമുണ്ട് എന്ന് തോന്നിയൊരു വാക്ക് കിട്ടി, അല്ലെങ്കിൽ ഈ വാക്ക് കൊള്ളാം എന്നെനിക്ക് തോന്നി. ഇങ്ങനെയുള്ള പല രീതിയിലുള്ള വൊക്കാബുലറി വാക്കുകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ വാക്ക് ഇങ്ങോട്ട് എടുക്കുക. 2, ഞാൻ പ്രൊഫസർ പറഞ്ഞ കാര്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് നിങ്ങളൊരു ബുക്കിൽ എഴുതി വെക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇഫ് യു ആർ എ സീരിയസ് ലാംഗ്വേജ് ലേണർ, നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊക്കെ സജസ്റ്റ് ചെയ്യുന്നു, ഒരു ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. അതിന് പേരിടുക വൊക്കാബുലറി ജേർണൽ എന്ന്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറണം. എല്ലാ ദിവസവും മിനിമം 2-3 വാക്കുകൾ പഠിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, അല്ലേ? ഓരോ ദിവസം നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് 4-5 വാക്കുകൾ പഠിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം. ഞാൻ കറക്റ്റായിട്ടുള്ള നമ്പരൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. മിനിമം ഒരു 3 വാക്കെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഞാൻ കേൾക്കുന്നു, ഒരു വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഞാനതെടുത്ത് ബുക്കിലേക്ക് അങ്ങോട്ട് എഴുതി വെക്കുന്നു. പലരും ചെയ്യുന്ന കാര്യമാണ്, ഐ അപ്രീഷിയേറ്റ്. ഇനി എഴുതി വെച്ചാൽ മാത്രം മതിയോ? ഇല്ല. നിങ്ങൾ എന്താ എഴുതി വെക്കുന്നത്? വാക്ക്. വാക്കിൻ്റെ ഒപ്പം നമ്മൾ എന്തെഴുതണം? ഇവിടെയാണ് ഒരു അടുത്ത ചാലഞ്ച്. ഈ വാക്കിൻ്റെ അർത്ഥം നമ്മൾ എഴുതി വെക്കണം. അത് ഇംഗ്ലീഷിൽ എഴുതണോ മലയാളത്തിൽ എഴുതണോ? അത് നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഞാൻ പറയും മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് എഴുതി വെക്കാം. എന്നാൽ നിങ്ങൾ അഡ്വാൻസ് ലേണർ ആണെങ്കിൽ, അത് അത്യാവശ്യം ഇംഗ്ലീഷൊക്കെ അറിയാവുന്ന പോളിഷ് ചെയ്തെടുത്താൽ മതി. അങ്ങനെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വാക്ക് എഴുതുന്നു, അതിന് ഇംഗ്ലീഷിലുള്ള അർത്ഥം മാത്രം എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഒരു വാക്ക് എഴുതുന്നു, അതിൻ്റെ അർത്ഥം എഴുതുന്നു. ഓക്കെ, കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതിൻ്റെ ഉച്ചാരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആരും ഒരിക്കലും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉച്ചാരണം. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം. വാട്ട്, അത് വാട്ടല്ല, ഇറ്റ്സ് വാട്ട്. ഓക്കെ, വാട്ട്സ് യുവർ നെയിം, വാട്ട്സ് യുവർ നെയിം, അല്ലെങ്കിൽ വാട്ടർ.
വാട്ടർ അല്ല, വാട്ടർ. നമുക്ക് എങ്ങനെ മനസ്സിലാവുന്നു? ഇങ്ങനെയുള്ള ഇംഗ്ലീഷ് കോൺവെർസേഷൻ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നെറ്റീവ് സ്പീക്കറുടെ ഒരു സംസാരം കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകുന്നു, അയ്യോ അത് വാട്ടർ അല്ല, അത് വാട്ടറാണ്. കണ്ടോ ഉച്ചാരണം. അപ്പോൾ നമുക്ക് മനസ്സിലാവാവുന്ന രീതിയിൽ ഈ ഉച്ചാരണം നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. അപ്പോൾ നമ്മൾ വാക്കെഴുതി, അർത്ഥം എഴുതി, മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതുന്നു, അതിനുശേഷം അതിൻ്റെ ഉച്ചാരണം എഴുതുന്നു. അത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. ഒരു തവണയല്ല, 10, 20, 50, 100 തവണ നിങ്ങൾക്ക് പറയാം. പക്ഷേ നിങ്ങളുടെ ഉച്ചാരണം കുറച്ചുകൂടെ ബെറ്റർ ആക്കണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പറഞ്ഞല്ലോ: വാക്കെഴുതുന്നു, അർത്ഥം എഴുതുന്നു, ഉച്ചാരണം എഴുതുന്നു. ഇതേ കാര്യം നമ്മൾ നമ്മുടെ സെക്കൻഡ് എക്സസൈസിലേക്കും കൊണ്ടുപോകുന്നു: റീഡിങ്, വായന. അപ്പോൾ നിങ്ങൾ ഒരു വാക്ക് ഒരു വായനയിലൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്, ശരി. അതിനർത്ഥവും നിങ്ങൾ എഴുതി വെക്കുന്നുണ്ട്. ഈ അർത്ഥം എവിടെ നിന്നാണ് കിട്ടുന്നത്? യു ഗെറ്റ് ഇറ്റ് ഫ്രം ദ ഡിക്ഷണറി, അല്ലേ? നമുക്കൊരു ഡിക്ഷണറി എപ്പോഴും ഉണ്ടായിരിക്കണം കേട്ടോ, നല്ലൊരു ഡിക്ഷണറി. നിങ്ങൾക്ക് കയ്യിൽ ഹാർഡ് കോപ്പി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഡിക്ഷണറീസ് ഉണ്ട്, അതിനെ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. നിങ്ങൾ പൈസ മുടക്കണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന റിസോഴ്സ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ഡിക്ഷണറി പോയിട്ട് അല്ലെങ്കിൽ കയ്യിലുള്ള ഡിക്ഷണറി നോക്കിയിട്ട് ഇതിൻ്റെ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ എഴുതെഴുതുന്നു. ഇനി ഈ വായനയിലൂടെ കിട്ടുന്ന വാക്കിൻ്റെ ഉച്ചാരണം നമുക്ക് കിട്ടില്ല. കേൾവിയാണെങ്കിൽ ഉച്ചാരണം നമുക്ക് കിട്ടി, വായനയിലൂടെ നമുക്ക് ഉച്ചാരണം കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയാണ് നമുക്ക് സിമ്പിളായിട്ടുള്ള വേറൊരു ടൂളുള്ളത്: ഓൺലൈൻ പ്രൊനൗൺസിങ് ഡിക്ഷണറി. ഉച്ചാരണം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഓൺലൈൻ ഡിക്ഷണറീസ് നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് 2-3 ഫേമസ് ആയിട്ടുള്ള ഡിക്ഷണറീസ് പറഞ്ഞാൽ ഓക്സ്ഫോർഡ് ഉണ്ട്, കേംബ്രിഡ്ജ് ഉണ്ട്, മാക്മില്ലൻ ഉണ്ട്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓൺലൈൻ ഡിക്ഷണറീസാണ്. അവിടെ നിങ്ങൾക്ക് കയറാം. നിങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട വാക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനർത്ഥം വരും, അതിൻ്റെ ഉച്ചാരണം വരും, അത് എഴുതിയിട്ടുണ്ടാവും, അത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ കേൾക്കാനും പറ്റും. കണ്ടോ, ഇതൊന്നും ചിലവില്ലാത്ത കാര്യങ്ങളാണ്. കേൾവിയിലൂടെ, അതായത് ലിസണിങ്ങിലൂടെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ഉച്ചാരണം ഓട്ടോമാറ്റിക്കലി എത്തുമെങ്കിൽ റീഡിങ്ങിലൂടെ പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ഇഫേർട്ട് എടുത്ത് വേണം ആ ഉച്ചാരണം നമ്മളിലേക്ക് എത്തിക്കാൻ. അപ്പോൾ അത് റീഡിങ്ങിലൂടെ ആണെങ്കിലും ലിസണിങ്ങിലൂടെ ആണെങ്കിലും വാക്കും അർത്ഥവും ഉച്ചാരണവും എഴുതി വെച്ചു എന്ന് നിങ്ങൾ ഉറപ്പാക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊക്കെ എവിടെ എഴുതുന്നു? നമ്മുടെ വൊക്കാബുലറി ജേർണലിൽ. ഓക്കെ, ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. ഈ വാക്കുകൾ എഴുതി വെച്ചാൽ മാത്രം പോരാ, പിന്നെന്ത് ചെയ്യണം? ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തുടങ്ങണം. പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വന്നു. എന്താണ്? സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ, അല്ലേ? അപ്പോൾ ഞാൻ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ്, വാക്കുകളുടെ കൂട്ടമാണ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. സെൻറ്റൻസുകൾ ഉണ്ടാകുന്ന വാക്കുകൾ ചേർത്തിട്ടാണ്. അപ്പോൾ ഇവിടെ വൊക്കാബുലറി പഠിക്കുമ്പോൾ ഈ വൊക്കാബുലറി ഏത് കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു നൗണാണോ അല്ലെങ്കിൽ പ്രൊനൗൺ ആണോ അല്ലെങ്കിൽ വേർബാണോ എന്ന് മനസ്സിലാക്കണം. ഇനി ഇതിന് ശേഷം വരുന്ന വീഡിയോയിൽ ഞാൻ അടുത്ത പാർട്സ് ഓഫ് സ്പീച്ചുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അഡ്ജക്റ്റീവ്, അഡ്വേർബ്, കൺജങ്ഷൻ, ഇൻ്റർജെക്ഷൻ, പ്രിപ്പോസിഷൻ. അപ്പോൾ ഇത് ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കണം. അത് ഡിക്ഷണറിയിൽ എഴുതിയിട്ടുണ്ടാകും കേട്ടോ. വാക്കിന് ശേഷം ബ്രാക്കറ്റിൽ അഡ്ജക്റ്റീവ് ആണെങ്കിൽ ADJ എന്ന് എഴുതിയിട്ടുണ്ടാവും, വേർബ് ആണെങ്കിൽ V എന്നുണ്ടാവും, അല്ലെങ്കിൽ N എന്നുണ്ടാവും, നൗണ്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഏത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ വാക്കുകൾ മനസ്സിലാക്കുന്നുണ്ട്, അത് ഏത് കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കി ഇനി സെൻറ്റൻസിൽ ഉപയോഗിക്കുന്നു. യെസ്, പഠിക്കുന്ന ഓരോ വാക്കിനും ഒരു സെൻറ്റൻസ് എക്സാമ്പിൾ നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതി വെക്കണം. വാക്ക്, അർത്ഥം, ഉച്ചാരണം, അതിൻ്റെ ഒപ്പം അതൊരു സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്കിൻ്റെ ഉപയോഗം എന്താണെന്ന് അതൊരു സെൻറ്റൻസിൽ. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയും, ഒരു സെൻറ്റൻസ് അല്ല, 2, 3, 4, 5 സെൻറ്റൻസ് നിങ്ങൾ ഉപയോഗിക്കുക. ഇനി ഈ എക്സാമ്പിൾസൊക്കെ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സെൻറ്റൻസസ് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാരണം നാളെ നമുക്കിത് ഉപയോഗിക്കേണ്ടതാണല്ലോ. അതായത് വെറുതെ സാങ്കല്പികമായിട്ടുള്ള ഒരു എക്സാമ്പിൾ എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മുടെ ചില വീഡിയോസ് വരുന്നുണ്ട്, ട്രാൻസ്ലേഷൻ സീരീസ് എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള, എന്നും ഉപയോഗിക്കാൻ സാധ്യതയുള്ള, നിങ്ങൾക്ക് സാധിക്കുന്ന സെൻറ്റൻസസാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. നോക്ക്, നമ്മൾ എഴുതുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള സെൻറ്റൻസസ് നമ്മൾ എഴുതി വെക്കുക. ഓക്കെ, അല്ലാണ്ട് വലിയ ഫേമസ് റൈറ്റേഴ്സിൻ്റെ എഴുതണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വാക്ക്, അർത്ഥം, ഉച്ചാരണം, അതൊരു സെൻറ്റൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ലിസണിങ് ആണെങ്കിലും റീഡിങ് ആണെങ്കിലും ഇതേ കാര്യം തന്നെ നിങ്ങൾ ചെയ്യണം. കഴിഞ്ഞില്ല, നമ്മളിത് ഉപയോഗിച്ചിട്ട് ഒരു കോൺവെർസേഷൻ ഉണ്ടാക്കണം, 2 ആളുകൾ തമ്മിലുള്ള സംസാരം. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ ഒറ്റ വാക്ക് ഉപയോഗിച്ചോ? ഒറ്റ വാക്കല്ല, നിങ്ങളുടെ ബ്രെയിനിൽ ഓൾറെഡി ഉള്ള വൊക്കാബുലറി നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഉപയോഗിക്കാം. ഇതിനു മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ള വൊക്കാബുലറി ഉപയോഗിക്കാം. ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുന്ന 5-10 വാക്കുകൾ ഉപയോഗിക്കാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതായത് ഒരു ദിവസം ഞാൻ 3 അല്ലെങ്കിൽ 5 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ, ഒത്തിരി ഒന്നും വേണം, മാക്സിമം 5 മതി. 5 വാക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ 5 വാക്കും ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണം കോൺവെർസേഷൻ ബിൽഡ് ചെയ്യാൻ. 2 പേര്, രോഹിത് ആൻഡ്
രമ. ഓക്കെ, രോഹിത്തും രമയും തമ്മിലുള്ള കോൺവെർസേഷൻ. ഇവർ തമ്മിൽ ഒരാൾ സംസാരിക്കുന്നു, അടുത്തയാൾ സംസാരിക്കുന്നു, രോഹിത് രമ അല്ലേ. അവരുടെ ഓരോ സെൻറ്റൻസസിലും നിങ്ങൾ ഈ വാക്കുകൾ കൊണ്ടുവന്നിടണം. അത് നമ്മൾ തിരികെ കയറ്റുമല്ല ചെയ്യേണ്ടത്, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റണം. എന്തിനാണ് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് അറിയാമോ? ഇങ്ങനെ ബിൽഡ് ചെയ്യുമ്പോഴാണ് നാളെ നിങ്ങളൊരു സോഷ്യൽ സിറ്റുവേഷനിൽ പോകുമ്പോൾ, നാളെ ഒരു ഫോറിനറോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നാളെ വേറൊരാളുടെ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. തുടക്കത്തിലൊക്കെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, പക്ഷേ മുന്നോട്ട് പോകുമ്പം അതല്ലാണ്ട് സ്വന്തമായിട്ട് സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റണം. അതിൻ്റെ റൂൾസിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ, കുഴപ്പമില്ല. നമുക്ക് ആദ്യം തന്നെ ഇൻ്റർനെറ്റിനെയും ബുക്സിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് എഴുതി പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, റീഡിങ്ങിലാണെങ്കിലും ലിസണിങ്ങിലാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഈ 4-5 സ്റ്റെപ്സ്: വാക്ക്, അർത്ഥം, ഉച്ചാരണം, സെൻറ്റൻസ്, കോൺവെർസേഷൻ. കഴിഞ്ഞില്ല. ഏറ്റവും അവസാനത്തെ കാര്യം, ഇതിനൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ വഴി? സംസാരിക്കുക, വേറൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കൊളീഗ്സിനൊക്കെ കണ്ടെത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെയുള്ള ആളുകളൊപ്പമാണ് നമ്മൾ സംസാരിക്കേണ്ടത്. നമ്മൾ തിരിച്ചു വരുന്നു, നമ്മൾ പഠിച്ച വൊക്കാബുലറി, നമ്മളത് ഉപയോഗിച്ചൊരു കോണ്ടെക്സ്റ്റ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ ഓഫീസിലോ നമ്മൾ കൂട്ടുകാരുടെ ഒപ്പം ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് അവരുമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങുക. സംസാരിക്കുമ്പോൾ പുട്ടിന് തേങ്ങ പോലെ നമ്മുടെ വൊക്കാബുലറി ഉപയോഗിക്കണം. അനാവശ്യമായ സ്ഥലത്തല്ല കേട്ടോ, ആവശ്യമുള്ളിടത്ത് മാത്രം. ചിലരുണ്ട് വെറുതെ ഈ വാക്കുകൾ അങ്ങോട്ട് ഉപയോഗിക്കുന്നു. നോ, ഡോണ്ട് ഡു ദാറ്റ്. ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം, കൃത്യമായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. ഈ വാക്ക് പഠിക്കുമ്പോൾ വേറൊരു കാര്യമുണ്ട്, അനാവശ്യമായ വാക്കുകൾ ധാരാളം പഠിച്ചു വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഉപയോഗിക്കാൻ പറ്റാവുന്ന വാക്കുകളാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യണം, അല്ലേ? ഇപ്പം ശശി തരൂരൊക്കെ വലിയ വാക്കുകൾ പറയുന്നുണ്ട്. നമ്മളെപ്പോൾ ഒരു ബിഗിനർക്ക് അതിനാവശ്യമില്ല. നല്ല കാര്യമാണ്, അദ്ദേഹം ഒരു എക്സ്പേർട്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സാധാരണക്കാരനായി നമുക്കത് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യം, അത്രേ ഉള്ളൂ, അല്ലേ? അത് തെറ്റുന്നുണ്ടെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചെറിയ വാക്കുകൾ, ഉപകാരപ്രദമായ വാക്കുകൾ എടുക്കുക, അത് എഴുതി വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പ്രൊഫസർ എനിക്ക് പറഞ്ഞു തന്ന ഈ ഒരു തിയറി നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. നിങ്ങളൊരു സീരിയസ് ലേണർ ആണെങ്കിൽ ഐ എം വെരി ഷ്യൂർ ദാറ്റ് ഇറ്റ്സ് ഗോയിങ് ടു മേക്ക് എ ബിഗ് ഡിഫറൻസ്. ഇത് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കും. വാക്കുകൾ പഠിച്ചെടുക്കുന്നുണ്ട്, അതെവിടെ പ്രയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, അത് ഉപയോഗിച്ച് കോൺവെർസേഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്യാമെന്ന് പഠിക്കുന്നുണ്ട്. ഓൺ ടോപ്പ് ഓഫ് ഓൾ ദീസ് നമ്മളിതൊരു സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന കൂടിയുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, യു വിൽ ഫീൽ ദാറ്റ് ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആക്സെൻ്റ് ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ടും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇത് ഡെഫിനറ്റായിട്ട് ഷെയർ ചെയ്യണം. നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ബോക്സിലിടാം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ ഫ്യൂച്ചറിൽ ചെയ്യുന്നതാണ്. പരമാവധി നമ്മൾ എല്ലാ കമൻറ്റ്സിനൊക്കെ ആൻസർ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സൊക്കെ ഡെഫിനറ്റായിട്ട് കമൻറ്റ് ബോക്സിൽ ഇടുക. ഐ സീ യു ഓൾ വിത്ത് another video soon. Thank you very much. I wish you all a good day.